തകർക്കാൻ കഴിയാത്ത ക്രിക്കറ്റ് റെക്കോർഡ്സ് പാർട്ട് 2ലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മളൊരു ടോപ്പ് 4 എടുക്കുന്നു. ഇതിൽ ഒന്നാമത്തത് ഒരു ക്രിക്കറ്റ് റെക്കോർഡ് ആണോ എന്നുള്ള കാര്യത്തിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ അതൊരു ഒന്നൊന്നര റെക്കോർഡാണ്. ആർക്കും ഒരു കാലത്തും ഇനി ചിന്തിക്കാൻ കഴിയുന്ന ഒരു റെക്കോർഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ടോപ്പ് 4ലേക്ക് പോകുന്നു. 4ാം സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡും ഗോൾഡൻ ഡക്സും 286 ടെസ്റ്റ് ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുള്ള സാക്ഷാൽ രാഹുൽ ദ്രാവിഡിനെ ഇതുവരെ ആരും ഗോൾഡൻ ഡക്കായിട്ടില്ല. അതായത് നമ്മുടെ ഇന്ത്യയുടെ വൻ മതിലിനെ ആദ്യത്തെ ബോളിൽ എറിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ബൗളർമാർക്കും കഴിഞ്ഞിട്ടില്ല. അതിന് ഇത്തിരി പുളിക്കും. ഇനി മൂന്നാമത് 1956 ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് പരമ്പരയിൽ ജിം ലാക്കർ നേടിയിട്ടുള്ള 19 വിക്കറ്റുകൾ. ഒരൊറ്റ ടെസ്റ്റ് മാച്ചിൽ 19 വിക്കറ്റുകൾ. ആദ്യത്തെ ഇന്നിംഗ്സിൽ 9 വിക്കറ്റുകളും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 10 വിക്കറ്റുകളും. 19 വിക്കറ്റുകളും നേടിയ ആ റെക്കോർഡ്, ജിം ലേക്കറിന്റെ റെക്കോർഡ് ഇനി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒരാൾ 20 വിക്കറ്റുകൾ നേടണം. ഇനി ഇന്ത്യക്കെതിരെ ശ്രീലങ്ക സ്കോർ ചെയ്തിട്ടുള്ള 952 റൺസ് 1997 നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ടെസ്റ്റ് മാച്ചിൽ ഒരു ഇന്നിംഗ്സിൽ 952 റൺസ് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇനി അതിന് മുകളിലേക്ക് ഒരു റെക്കോർഡ് ഈ ഒരു കാലഘട്ടത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മാറിയ രീതികളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഒട്ടും സാധ്യതയില്ല. ഇനി ഒന്നാമത്തെ റെക്കോർഡ്. ഈ റെക്കോർഡിന്റെ കാര്യത്തിൽ പല ആളുകൾക്കും ഡിബേറ്റ് ഉണ്ടാകാം. ഇതൊരു റെക്കോർഡായിട്ട് പരിഗണിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാം. പക്ഷെ ഒരു ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും താരത്തിന് ഇത്രമാത്രം നാഴികക്കല്ലുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ടൂർണമെന്റിൽ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്, 250-ലധികം സിക്സുകൾ നേടിയിട്ടുണ്ട്, 6500-ലധികം റൺസ് നേടിയിട്ടുണ്ട്, ഹാട്രിക് നേടിയിട്ടുണ്ട്, ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ട്, ക്യാപ്റ്റനായിട്ട് കപ്പ് നേടിയിട്ടുണ്ട്, താരമായിട്ടും കപ്പ് നേടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരൊറ്റ താരം നേടിയിട്ടുണ്ടെങ്കിൽ ആ താരത്തിന്റെ പേരെന്തായിരിക്കും? അത് ഞാൻ പറയുന്നത് നല്ലത് കമന്റ് ബോക്സ് പറയുന്നതാണ്. കാരണം അത്രമാത്രം ഇഷ്ടത്തോടു കൂടി ഒരുപാട് പേർ സ്നേഹത്തോടു കൂടി അയാൾ ഒരു പേരും വിളിക്കാറുണ്ട്. അതാരാണെന്നുള്ളത് കമന്റ് ബോക്സ് പറയട്ടെ. അതുപോലെ ഈ റെക്കോർഡുകളിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് റെക്കോർഡ് ഏതാണ്? കമന്റ് ബോക്സിൽ പറയൂ. അതുപോലെ ഞാൻ മിസ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഒരിക്കലും തകർക്കാത്ത റെക്കോർഡുകളൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞോ.